ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടി നമ്മൾ കാർഡ് ഷഫിൾ ചെയ്യാൻ പോവുകയാണ്. ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളിപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക്, ജീവിതത്തിലേക്ക് വരുന്ന റീഡിംഗ് ആണ്. പോസിറ്റീവായിട്ട് ചിന്തിക്കുക, റീഡിംഗ് കാണാൻ ശ്രമിക്കുക. ഒത്തിരി പേർക്ക് എൻ്റെ റീഡിംഗ് പോസിറ്റീവായിട്ട് മാറുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. രാവിലെ 8:30 റീഡിംഗ് ഇടാമെന്ന് വിചാരിച്ചത്, പക്ഷെ സാധിക്കുന്നില്ല. 1 അവർ ലേറ്റ് ആവുന്നുണ്ട്. ഞാൻ അത് ശ്രദ്ധിക്കാം കേട്ടോ. കുറച്ച് ബിസിയാണ്, അതുകൊണ്ടാണ്. കുറച്ച് ബിസിനസ്സും കാര്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കുണ്ടേ. ഞാൻ മാക്സിമം നേരത്തെ ഇടാൻ നോക്കുന്നുണ്ട്. കാർഡ് ഷഫിൾ ചെയ്യാണ്. Three of Cups, Fool reverse, 5 of Swords reverse, 6 of Pentacle reverse ആണ്, 8 of Pentacle reverse ആണ്, King of Wands, Temperance, 5 of Wands reverse, Devil. Empress. ഇപ്പോൾ ഇത്രയും കാർഡ് നമ്മൾ എടുക്കുകയാണ്. രാവിലെ ഷോർട്സ് വീഡിയോയിൽ നിങ്ങളുടെ എനർജിയാണ് പറയുന്നത്. ഇപ്പോൾ കൂടുതലും നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി വന്നിട്ടുണ്ട്, നിങ്ങളിലേക്ക് ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പം എന്താന്ന് നോക്കാം നമുക്ക്. ആദ്യത്തെ കാർഡ് കണ്ടോ, 3 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്, നിങ്ങളുടെ എനർജിയാണ്. ഇവിടെ നിങ്ങളിലേക്ക് വരുന്ന ഒരു സന്തോഷ നിമിഷത്തെ കാണിച്ചു തരാണ്. നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുമായിട്ടുള്ള കൂടിച്ചേരൽ ഇവിടെ കാണിക്കുകയാണ്. അത്രയും ക്ലോസ് ആയിട്ടുള്ളൊരു പേഴ്സണെയാണ് കാണിക്കുന്നത്. അതിലൂടെ നിങ്ങൾക്ക് വരുന്നൊരു കമ്മ്യൂണിക്കേഷൻ, നിങ്ങൾ സന്തോഷിക്കുന്ന നിമിഷം, ഒരു സോൾ കോൺട്രാക്റ്റിനെ, സെലിബ്രേഷനെയാണ് കാർഡ് മീൻ ചെയ്യുന്നത്. 3 എന്നുള്ളൊരു എനർജിയാണ് 3 ദിവസം മുൻപ് അല്ലെങ്കിൽ 3 ദിവസം ശേഷം ഈ റീഡിംഗ് കാണുന്ന നിമിഷം മുതൽ നിങ്ങൾക്ക് സാധ്യമായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ യൂണിവേഴ്സിൻ്റെ എക്സ്പീരിയൻസിലൂടെ നിങ്ങൾ കടന്നു പോവുകയാണ്. ഇത് നിങ്ങളിലേക്ക് വരുന്ന ഒരു അബണ്ടൻസ് തന്നെയാണ്. കാരണം പാസ്റ്റിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ യൂണിവേഴ്സ് എല്ലാം കാണുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്ക് പ്രോഗ്രസ് ഒന്നും സംഭവിക്കുന്നില്ല, ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. അങ്ങനെയല്ല കേട്ടോ. നിങ്ങളിലേക്ക് യൂണിവേഴ്സ് പ്രോഗ്രസ് തരുന്നുണ്ട്. നമുക്ക് എല്ലാ കാര്യവും പെട്ടെന്ന് നേടിയെടുക്കാൻ പറ്റിച്ചാൽ പിന്നെ നമ്മൾ ദൈവത്തെ വിളിക്കൂ? ഇല്ല. അപ്പോൾ നമ്മളുടെ ഇതുവരെയുള്ള ജീവിതത്തെ അനലൈസ് ചെയ്യുക, നമുക്ക് വന്നിട്ടുള്ള അബണ്ടൻസിന് നന്ദി പറയുക. ഇനി എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു ബ്ലോക്ക് എനർജി വന്നിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും കൂടുതൽ നമുക്ക് തരാനാണ് ദൈവം. എൻ്റെ അനുഭവം പറയുകയാണ്, അതാണ് ദൈവം നമുക്ക് ചെറിയ ചെറിയ തടസ്സങ്ങൾ വരുത്തുന്നത്. അപ്പോൾ ആദ്യത്തെ കാർഡ് നിങ്ങൾക്ക് വേണ്ടപ്പെട്ട വ്യക്തിയുമായിട്ടുള്ള കൂടിച്ചേരലാണ്. 6 ഓഫ് പെൻറ്റക്കിൾ റിവേഴ്സ് പറയുന്നത് നിങ്ങളിലേക്ക് വരുന്ന അബണ്ടൻസിനെയാണ്. പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇവിടെ ഫിനാൻഷ്യൽ പരമായിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ കരിയർ പരമായിട്ടുള്ള കാര്യങ്ങളെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഇവിടെ റിവേഴ്സ് കാർഡ് പറയുന്നത് ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്കൊരു സഹായം വരുന്നുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമൊന്നുമല്ല അത്, വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ല, പക്ഷേ അത് നിങ്ങളിലേക്ക് വരുന്ന അബണ്ടൻസ് തന്നെയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നേക്കാളും ഒരു പടി മേലേക്ക് നിങ്ങൾക്ക് ലഭിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ റിസീവ് ചെയ്യാൻ തയ്യാറായിക്കോളൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അർഹമായ ഒരു ഹെൽപ്പ് തന്നെയാണ് നിങ്ങൾക്ക് എത്തുന്നത്. അർഹമായ സമയത്താണ്. ഫിനാൻഷ്യൽ പരമായിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങളിലേക്ക് എത്തുന്നത്, ഒരു മാറ്റമാണ്. ഇവിടെ ചില വ്യക്തികൾ നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു രാവിലെ റീഡിംഗ് എടുത്തപ്പോഴേ. ആ ഒരു എനർജി എന്ന് പറയുന്നത് ഇപ്പോഴും കാണിക്കുന്നുണ്ട്. കാരണം നിങ്ങളിലെ സാധ്യതകളെ തടസ്സം വരുത്തുവാനായിട്ട് ചില വ്യക്തികളുടെ എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ സെൽഫിഷ്നെസ്സിനെ കാണിക്കുന്നുണ്ട്. ചില സന്ദർഭങ്ങളിൽ നിങ്ങൾ അങ്ങനെ മാറിയിട്ടുണ്ടാവാം, പക്ഷെ അങ്ങനെ പാടില്ല എന്ന് യൂണിവേഴ്സ് പറയുകയാണ്. നമുക്ക് യൂണിവേഴ്സൽ ഗ്രാറ്റിറ്റ്യൂഡ് പറയാം.
നമുക്ക് ഇതുവരേക്കും നേടിത്തന്നിട്ടുള്ള എല്ലാ അബണ്ടൻസിനും നന്ദി പറയാം. അങ്ങനെയെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു നേട്ടം നിങ്ങളിലേക്ക് എത്തുകയാണ്. അത് ഓൺ ദി വേ ആണ് ട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി തന്നെയാണ്. അർഹമായിട്ടുള്ള ഒരു നിങ്ങളുടെ ഒരു ഇത്രയും വേണ്ടപ്പെട്ട ഒരു വ്യക്തിയായിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് അർഹമായിട്ടുള്ളതാണത്. നിങ്ങൾക്കത് പ്രതീക്ഷയൊന്നുമില്ല, വേണം അങ്ങനെ ആഗ്രഹമൊന്നുമില്ല. പക്ഷേ അത് നിങ്ങൾക്കുള്ളതാണ്. ഓക്കെ. 8 ഓഫ് പെന്റക്കിൾ റിവേഴ്സാ വന്നിട്ടുള്ളത്. സീക്കിങ് ഷോർട്ട് കട്ട് എന്നുള്ളൊരു എനർജി വീണ്ടും വന്നിട്ടുണ്ട്. കഴിഞ്ഞ ഏതോ റീഡിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അങ്ങനെ ഷോർട്ട് കട്ട് സ്വീകരിക്കുന്നുണ്ടാവാം. ഫിനാൻഷ്യൽ പരമായിട്ടുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. കരിയർ പരമായിട്ടുള്ള കാര്യങ്ങളെയാണ് കാണിക്കുന്നത്. ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ സെൽഫ് ഡൗട്ട് വരുമ്പോഴാണ് അങ്ങനെ ചെയ്താലോ എന്ന് ചിന്തിക്കുന്നത്. വേണ്ട. നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളിപ്പോൾ പോകുന്ന പോലെ തന്നെ മുന്നോട്ട് പോവുക. ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് അർഹമായി തരുന്നുണ്ട്. നിങ്ങൾക്കിവിടെ എക്സ്പീരിയൻസ് കുറവ് കാണിക്കുന്നുണ്ട്. ചില കാര്യങ്ങളിൽ നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലായ്മ ഉണ്ടാവാം. അപ്പോൾ നമ്മൾ ഷോർട്ട് കട്ട് സ്വീകരിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും കയറിപ്പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവാം. ബിസിനസ് ചെയ്യുന്നവരോ നിങ്ങളുടെ ഏതൊരു കരിയർ ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരായ വഴി മാത്രം മതി. ഒരു ഷോർട്ട് കട്ടും വേണ്ട. ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നുണ്ട്. അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തി മാത്രം ചെയ്യുക. യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. നിങ്ങൾ എത്തുന്നേ. യൂണിവേഴ്സ് അതിനുള്ള ഒരു പോസിറ്റീവ് സൈൻ തന്നെയാണ് റീഡിങ്സിൽ കാണിച്ചു തരുന്നത്. എന്നെ വിശ്വസിച്ചുകൊണ്ട് റീഡിംഗ് കാണുന്നവർക്ക് ഉറപ്പായിട്ട് ഞാൻ പറയുകയാണ്. അപ്പോൾ ആരൊക്കെയാണ് നമ്മുടെ അടുത്ത് പേഴ്സണൽ റീഡിങ്ങിന് വരുന്നതെന്ന് നമുക്കറിയില്ല. ഒത്തിരി പേര് വരുന്നുണ്ട്. എല്ലാവരുടെയും നമുക്ക് പേരൊന്നും ഓർമ്മയില്ല കേട്ടോ. പക്ഷേ എങ്കിലും ഞാൻ റീഡിങ്ങിന് വരുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ട് എൻ്റെ പ്രെയർ ടൈമിൽ യൂണിവേഴ്സിൻ്റെ പ്രെയർ കേൾക്കണം. എൻ്റെ അടുത്ത് റീഡിങ്ങിന് വന്നിട്ടുള്ള ഏതൊരു മക്കളാണെങ്കിലും അതുപോലെ തന്നെ യൂണിവേഴ്സിൻ്റെ അടുത്ത് നമ്മളെല്ലാം മക്കളല്ലേ, അതുകൊണ്ടാട്ടോ അങ്ങനെ പറയുന്നത്. കുറച്ച് പേരൊക്കെ പേരറിയാം. അപ്പോൾ അവരുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കും. പിന്നെ എല്ലാവരുടെയും ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അത് സാധിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. പേഴ്സണൽ റീഡിങ് കണ്ടിട്ട് തന്നെ ഒത്തിരി പേർക്ക് കാര്യങ്ങൾ സാധിച്ചിട്ടുണ്ട്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരോടും ദേഷ്യം വൈരാഗ്യം പാടില്ല. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം. എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ മറ്റുള്ളവർ കുറ്റം പറയുന്നുണ്ടാവാം. അത് നമ്മളെ പൂർണ്ണമായിട്ട് അവരറിയാത്തത് കൊണ്ടാണ്. അത് നമ്മൾ വിട്ടുകളയുക. പറയണവർ പറഞ്ഞോട്ടെ വിചാരിക്കുക. അത് പോട്ടെ. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ നല്ലതുപോലെ പ്രാർത്ഥിക്കുക. നമുക്ക് തന്നിട്ടുള്ള ഓരോ നിമിഷവും നമുക്ക് അത്രയും വിലപ്പെട്ടതാണ്. ആ ഒരു ജീവിതത്തെ നമ്മൾ നല്ല ചിന്തയോട് കൂടിയിട്ട് നല്ല പ്രവൃത്തിയോട് കൂടിയിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക. പറ്റുമെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം ആർക്കെങ്കിലും കൊടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾ പൈസയൊന്നുമല്ല കൊടുക്കേണ്ടേ, ഭക്ഷണമാണ് കൊടുക്കേണ്ടത്. വിശക്കുന്ന വയറിന് ഭക്ഷണം. അത് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാതാപിതാക്കളെ സ്നേഹിക്കുക കേട്ടോ. അതിനേക്കാളും വലിയ പുണ്യമില്ല. അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പാടോ വരും. എന്തും നമ്മൾ അർഹിക്കുന്നത് നമ്മുടെ കയ്യിലേക്ക് വരും, ഉറപ്പാണ്. ഇനി ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ റീഡിങ് ലേറ്റ് ആവും. എന്നിൽ വിശ്വസിക്കുന്നവർക്ക് എവിഡൻസ് ഉണ്ടാവുന്ന ഉറപ്പാണ്. ഞാൻ പറയുന്നത് പോലെ പ്രേയേഴ്സ് ചെയ്യുന്നവർക്ക് എവിഡൻസ് ഉണ്ടാവുന്ന ഉറപ്പാണ്. ഒത്തിരി പേർക്ക് മാറ്റം വന്നിട്ടുണ്ട്. ജീവിതം തന്നെ മാറിയിട്ടുണ്ട്. പക്ഷെ വിശ്വസിക്കണം. പറയുന്ന പോലെ പ്രെയർ ചെയ്ത് പോകണം. 2 ദിവസമൊക്കെ പ്രെയർ ചെയ്തിട്ട് 3-ാമത്തെ ദിവസം അയ്യോ നേരം കിട്ടിയില്ലല്ലോ എന്നിട്ട് കാര്യമില്ല കേട്ടോ. അപ്പോൾ അടുത്ത കാർഡ് കിങ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. ഒരു എൻ്റർപ്രണർ എന്ന് കാണിച്ചു തരുന്നത്. ഇവിടെ ബിസിനസ് ആശയമുള്ളവർക്ക് ഈ റീഡിങ് കാണുന്നതിൽ നിങ്ങൾ ബിസിനസ് എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അബണ്ടൻസ് തന്നെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. നിങ്ങളുടെ ഡിസിഷനാണ് നിങ്ങളുടെ ജീവിത വിജയം എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ആരും ഒന്നും കൊണ്ടുതരാൻ പോകുന്നില്ല. ഇവിടെ നമ്മൾ തന്നെ പ്രവർത്തിക്കണം. ആ ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾ എഫേർട്ട് എടുക്കുന്നു എന്നാണ്. ഇവിടെ നിങ്ങളിലേക്ക് വരുന്ന സക്സസിനെ യൂണിവേഴ്സ് കാണിച്ചു തരുന്നു. ആ സക്സസ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? നിങ്ങളെന്ന ഫയർ. നമ്മൾ അത്രമേൽ ആഗ്രഹത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു അവിടെയാണ് നമ്മളിലേക്ക് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് കാണിക്കുന്നത്. ഇവിടെ വിക്ടറി എന്നാണ് പറയുന്നത്. നിങ്ങൾ തീരുമാനമെടുത്ത് നിങ്ങൾ മുന്നോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ വിജയം തന്നെയാണ്. നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ച് സംഭവിക്കുകയാണ്. ഇവിടെയാണ് 6 ഓഫ് പെന്റക്കിളിൻ്റെ എനർജി റിവേഴ്സ് വന്നിട്ടുള്ളത്. അർഹമായ ഒരു ഹെൽപ്പ് നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നുള്ളൊരു എനർജി. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിലാണ് നിങ്ങൾക്ക് അർഹമായിട്ടുള്ള ഒരു എബഡൻസ് വരുന്നത്. വളരെയേറെ ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കണം. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും വരും വരായികളെ മനസ്സിലാക്കിക്കൊണ്ട് വിശകലനം ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവാം. എടുത്ത് ചാട്ടം പാടില്ല പറയുന്നേ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചുറ്റുമുള്ളവർ നമ്മളുടെ നാശം കാണാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. അവർ നമ്മളെ ഒരു ചതികുഴിയിൽ കൊണ്ടുപെടുത്തും. അപ്പോൾ ആര് ചിരിച്ചു കാണിച്ചാലും അവരിൽ ഒരു സംശയം എപ്പോഴും നമുക്ക് വേണം. അവർ നമുക്ക് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ.
അപ്പം അങ്ങനെയെങ്കിൽ നമ്മൾക്ക് അത്രയും വിശ്വസിക്കാവുന്നവർ മാത്രമേ വിശ്വസിക്കാൻ പാടുള്ളൂ എന്ന് ഞാൻ തീർത്ത് പറയാണ്. ഒത്തിരി പേര് ചതിക്കുഴിയിൽ വീണിട്ടുണ്ടേ, ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടേ. നെക്സ്റ്റ് കാർഡ് ഫൂളാണ്, റിവേഴ്സാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ യൂണിവേഴ്സിനോട് എന്തെങ്കിലും കാര്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ആൻസർ നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിയെന്നാ പറയുന്നേ. ഇവിടെ നിങ്ങൾ അനലിറ്റിക്കലി തിങ്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ യൂണിവേഴ്സ് പറയുന്നു. അതുപോലെ തന്നെ നിങ്ങൾ പ്രപഞ്ചത്തോട് എന്താണ് ചോദിച്ചിട്ടുള്ളത് അതിനുള്ള ആൻസർ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു എന്നാണ്. ഇവിടെ നിങ്ങൾ ചില സമയത്ത് ചിന്തിച്ചിട്ടുള്ളത്, ഞാൻ എന്തിനാണ് എൻ്റെ ജീവിതത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ വരുത്തി വെച്ചിട്ടുള്ളത്, ഇവിടെ ഫോളിഷ് ആയുള്ള ഒരു വ്യക്തി ഞാനാണ്, എന്നെക്കൊണ്ടൊന്നും സാധിക്കില്ല, എവിടേക്കോ അവസാനിക്കാൻ പോകുന്നൊരു ജീവിതം, എന്തിനൊക്കെ വേണ്ടി പുറകെ പോയിട്ടുള്ളൊരു ജീവിതം എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സ് പറയുന്ന ഒരു മറുപടി എന്ന് പറയുന്നത് നീ വിഡ്ഢിയല്ല എന്നാണ്. ഒരു പ്രാവശ്യം നിന്നെ ഒരാൾ വിഡ്ഢിയാക്കിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ 1-2 പ്രാവശ്യം നിന്നെ ഒരാൾ വിഡ്ഢിയാക്കിയിട്ടുണ്ടാവാം. പക്ഷെ അതിൽ നിന്നും നീ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് പറയുന്നത്. കാരണം നീ എന്തുകൊണ്ട് അവിടെ വിഡ്ഢിയായി? അവരെ ട്രസ്റ്റ് ചെയ്തുകൊണ്ടാണ്, അവരുടെ സ്നേഹം ആത്മാർത്ഥമാണെന്ന് വിചാരിച്ചത് കൊണ്ടാണ് എന്ന് യൂണിവേഴ്സ് പറയാണ്. അവിടെ നീ ചെയ്യേണ്ടത് എന്താണ്? ഞാൻ ഇനി വിധിയാക്കാനായിട്ട് നിന്നു കൊടുക്കൂല എന്നുള്ളൊരു വിശ്വാസം, ആ ഉറപ്പ് നിനക്ക് തന്നെ വേണം. അവിടെയാണ് നിന്റെ ജീവിതം മാറുന്നത്. ഇന്ന് ഈ റീഡിംഗ് കാണുന്ന വ്യക്തികൾക്ക് ജീവിതം മാറാൻ പോവുകയാണ്. ഒരാളുടെ മുന്നിൽ തോറ്റെടുക്കേണ്ട വ്യക്തികളല്ല നമ്മളെന്നുള്ള തിരിച്ചറിവാണ് നിങ്ങളിലേക്ക് ഒരു പൂർണ്ണ സ്വാതന്ത്ര്യവും അബഡൻസും കൊണ്ടുവരുന്നത്. ഇവിടെ പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ, കാരണം നമ്മൾ ഒരു വ്യക്തിയെ സ്നേഹിക്കുകയാണെങ്കിൽ ആ വ്യക്തിയിൽ നമ്മൾ അടിമപ്പെട്ടു പോവും അല്ലേ? പിന്നെ അവർ പറയുന്ന കാര്യം അനുസരിച്ച് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. ഇവിടെ തിരിച്ചറിവ് വരുമ്പോൾ നമുക്കൊരു ഫ്രീഡമാണ് കിട്ടുന്നത്, സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമുക്ക് എന്തൊക്കെ ചെയ്യണം ആ ചെയ്യേണ്ട കാര്യത്തിലേക്ക് നമ്മൾ എത്തിക്കുകയാണ്. ആ സ്വാതന്ത്ര്യമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. ആ സ്വാതന്ത്ര്യം നമുക്ക് വേണം. ഈ ഒരൊറ്റ ജീവിതമുള്ളൂ. ആ തിരിച്ചറിവ് നിങ്ങൾക്ക് വേണം. ഇനി റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയാണ്. തിരിച്ചറിവ് വന്നുകൊണ്ട് അവർ വരുന്ന ഒരു എനർജിയോടെ കാണിക്കുന്നുണ്ട്. പക്ഷേ പഴയതുപോലെ നിങ്ങൾ നിന്നാൽ മതിയോ അവർ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടിട്ട്? അങ്ങനെയല്ല കേട്ടോ. ഇവിടെ തിരിച്ചറിവ് വരുമ്പോൾ ഇനി നിങ്ങൾ പഴയൊരു വ്യക്തിയല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ജീവിതമുണ്ട്. അവരെന്നെ മനസ്സിലാക്കിയിട്ടാണ് വരേണ്ടത്. എന്നെ പൂർണ്ണമായും മനസ്സിലാക്കണം, എൻ്റെ സ്നേഹം എന്തെന്ന് മനസ്സിലാക്കണം. അതാണ് നിങ്ങൾ ഉറച്ച നിലപാട് അവിടെ എടുക്കേണ്ടത്. അവിടെയാണ് നിങ്ങളുടെ ജീവിത വിജയം സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഫ്രീഡം, നിങ്ങൾ വിഡ്ഢിയല്ല എന്ന് യൂണിവേഴ്സ് പറയുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അബണ്ടൻസ് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ തിരിച്ചറിയപ്പെടുന്നതിൻ്റെ ആ ഒരു സാഹചര്യത്തിൽ നിൽക്കുകയാണ്, ആ ഒരു എനർജിയിൽ നിൽക്കുകയാണ്. ജീവിതത്തിൻ്റെ മിഡിൽ പാത്തിലാണ് ഞാൻ, മധ്യപാത്തയിലാണ് ഞാൻ എവിടെ എത്തിയിട്ടില്ല എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവിടെയാണ് നിങ്ങളുടെ ജീവിത വിജയം കേട്ടോ. ഇവിടെ 2 വ്യക്തികളുടെ എനർജി നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. നിങ്ങൾ സെൻറ്ററിലിരിക്കുകയാണ്. ഇവിടെ ഏഞ്ചൽസിൻ്റെ ബ്ലെസ്സിങ്സ് ഉണ്ട്. ഏഞ്ചൽസ് നിങ്ങളെ ബ്ലെസ് ചെയ്യും. ഏഞ്ചൽസ് ബ്ലെസ് ചെയ്യുന്നുണ്ട്. എങ്ങനെ ആ ഏഞ്ചൽസിൻ്റെ ബ്ലെസ്സിങ്സിലേക്ക് നിങ്ങൾ എത്തും? നിങ്ങൾ ശരിയായത് കണ്ടെത്തുമ്പോഴാണ്. ഞാൻ ജീവിതത്തിൽ എവിടെ എത്തിയിട്ടില്ല, മിഡിൽ പാത്തിലാണ്, എനിക്ക് കുറച്ചും കൂടി എന്നിൽ ശ്രദ്ധ കൊടുക്കാനുണ്ട്, എൻ്റെ ജീവിത വിജയത്തിലേക്ക് ശ്രദ്ധ കൊടുക്കാനുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയുന്ന നിമിഷം നിങ്ങളിലേക്ക് അബണ്ടൻസ് ആണ്, പ്രോഗ്രസ് ആണ്. ഇവിടെ സഹായം തന്നെയാ കാണിക്കുന്നത്. യൂണിവേഴ്സിൻ്റെ ഏഞ്ചൽസിൻ്റെ ബ്ലെസ്സിങ്സ് ആണ്. നമുക്ക് ഓരോ വ്യക്തികൾക്കും ഏഞ്ചൽസ് ഉണ്ട്. ആ ഏഞ്ചൽസ് നമ്മളെ നല്ല വഴിക്ക് നിർത്തുവാനായിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഇവിടെ ഡെവിൾ കാർഡ് വന്നിട്ടുണ്ട്. ഇവിടെ ഡെവിൾ കാർഡ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ ഇവിടെ പുറകോട്ട് വലിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അത് നിങ്ങൾക്ക് ചുറ്റുമുള്ള നെഗറ്റീവ് വ്യക്തികളാവാം, പേഴ്സണിന് ചുറ്റുമുള്ള നെഗറ്റീവ് വ്യക്തികളാവാം. ഇവിടെ അടിമപ്പെട്ടു പോയിട്ടുള്ള ഒരു എനർജിയാണ് കാണിക്കുന്നത്. അപ്പം അതിൽ നിന്നും റിലീസാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം പ്രെയർ തന്നെയാണ്. ഇവിടെ നിങ്ങളുടെ വാല്യൂ തിരിച്ചറിയപ്പെടേണ്ട സാഹചര്യമായിട്ടുണ്ട്, സമയമായിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി തേർഡ് പാർട്ടിയാൽ വലയം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നാണ്. എന്നാൽ അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ആ സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കണമെന്ന് അവരും പറയുന്നുണ്ട്. ഒത്തിരി പേര് എനർജി അങ്ങനെ കാണിക്കുകയാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, പൂർണ്ണമായിട്ടും എന്നിൽ വരണമെങ്കിൽ വരട്ടെ എന്നുള്ള നിലപാടിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അതുതന്നെയാണ് ശരിയായ കാര്യം. അപ്പോൾ ഇങ്ങനൊരു കാര്യം അവിടെ കാണിക്കുന്നുണ്ട്. എല്ലാവർക്കും നല്ല പറയുന്നേ. ആ തേർഡ് പാർട്ടി മൂലം 5 ഓഫ് സ്വാർട്സിൻ്റെ എനർജി റിവേഴ്സ് ആണ്. അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടിനെയാണ് കാണിക്കുന്നത്. അവർ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ എനർജിയാണ് ഇവിടെ നിങ്ങളിലേക്ക് വരുവാനായിട്ട്, കൈ നീട്ടി വെച്ചിരിക്കുകയാണ് വരുവാനായിട്ട്.
ഇവിടെ പുറകോട്ട് വലിക്കുന്നതായിട്ട് കാണിക്കുന്നത്. ഇവിടെ സെൽഫ് റിയലൈസേഷൻ ഉണ്ടാകുന്നുണ്ട്. നിങ്ങളാണ് ശരിയെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. അവർക്ക് വിൻ ചെയ്യാൻ സാധിക്കുന്നില്ല. അവർ ചെയ്യുന്ന പ്രവൃത്തിയിൽ വിൻ ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരാഗ്രഹിക്കുന്നത് നിങ്ങളോടൊപ്പമുള്ള ജീവിതമാണ്. സന്തോഷകരമായ ജീവിതമാണ്. സമാധാനമാണ്. അതിലേക്ക് എത്തണം. പക്ഷേ ഇവിടെ ഒരു വ്യക്തിയുടെ എനർജി ഇങ്ങനെ പുറകോട്ട് വലിക്കുകയാണ്. അവരിങ്ങനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ അവർ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ വാല്യൂ ആണ് കൂടുന്നത്. നിങ്ങൾക്കാണ് വാല്യൂ തരുന്നത്. ഇവിടെ ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്ന് പറയുന്നതുകൊണ്ട് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളിൽ ഒരു പുതുമയൊന്നും തോന്നിയിട്ടുണ്ടാവില്ല ആദ്യമൊക്കെ. എന്നിട്ടായിരിക്കും മാറിപ്പോയിട്ടുണ്ടാവുക. പക്ഷെ അവിടെ ചെല്ലുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നത്. നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുന്നത്. അതെന്ത് തന്നെയായാലും ആ തിരിച്ചറിവ് ആവശ്യമാണ്. അല്ലേ? നിങ്ങളുടെ വാല്യൂ ആണ് തിരിച്ചറിയപ്പെടേണ്ടത്. അവിടെ തിരിച്ചറിയപ്പെടുമ്പോഴാണ് നിങ്ങൾ എന്താണെന്നവർ മനസ്സിലാക്കുന്നത്. ആ മനസ്സിലാക്കലാണ് നിങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യവും സ്നേഹവും തിരിച്ചു തരാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇവിടെ 5 ഓഫ് വാൻഡ്സിന്റെ എനർജി റിവേഴ്സ് ആണ്. ഇവിടെ ഒരു ഗ്രൂപ്പ് ഫൈറ്റിനെ കാണിക്കുന്നുണ്ട്. അവരുടെ ഫാമിലിയിലാവാം. ഇവിടെ ഒരു ഗ്രൂപ്പ് ഫൈറ്റ് കാണിക്കുന്നു. അവർ നിങ്ങളിലേക്ക് വരുവാൻ ആഗ്രഹിക്കുമ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ വരുന്നു എന്നാണ്. പല സന്ദർഭങ്ങളിലായിട്ട് നിങ്ങളെ കാണുവാനായിട്ട് അവർ ആഗ്രഹിച്ചു. റൂൾസ് ഒന്നും ഫോളോ ചെയ്യാതിരിക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളും അവരും പ്രണയ നിമിഷത്തിലായിരിക്കുന്ന സമയത്ത് കുറച്ച് റൂൾസ് ഫോളോ ചെയ്തിട്ടുണ്ടാവാം. നിങ്ങൾ വിളിക്കുന്ന സമയം, സംസാരിക്കുന്ന സമയമൊക്കെ ഒരു ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ടാവാം. അതിനൊക്കെ ഒരു മാറ്റമാണ് സംഭവിച്ചിട്ടുള്ളത്. ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് അവിടെ, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഫൈറ്റ് ആണ് അവിടെ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുന്നത്. ഓക്കെ, എന്നാൽ മാറ്റം വരുന്നുണ്ട്. നിങ്ങളുടെ വാല്യൂ തിരിച്ചറിയുന്നുണ്ട് എന്നാണ് ഫൈനൽ കാർഡ് പറയുന്നത്. എംപ്രസ്. ഇത് ഒരു ഡിവൈൻ ഫെമിനിൻ എനർജി ആയിട്ട് കാണിക്കുകയാണ്. ഇവിടെ യൂണിവേഴ്സ്, പ്രപഞ്ചമാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത്. അവിടെ ഒരു ഗ്രൂപ്പ് ഫൈറ്റ് നടക്കുമ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? എവിടെയാണ് സന്തോഷം, എവിടെയാണ് സമാധാനം എന്നവർ അന്വേഷിക്കുകയാണ് ചെയ്യുന്നത്. അതെവിടെയാണ്? നിങ്ങളിലാണ്. അപ്പോൾ ആ ഒരു ഡിവൈൻ എനർജി എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് അവരെ. അപ്പോൾ ഈ സമയം എന്ന് പറയുന്നത് അനുയോജ്യമായിട്ടുള്ള സമയമാണ്. അനുയോജ്യമായിട്ടുള്ള സഹായമാണ് നിങ്ങളിലേക്ക് യൂണിവേഴ്സ് എത്തിക്കുന്നത് എന്നുള്ള തിരിച്ചറിവാണ് നിങ്ങൾക്ക് ആവശ്യം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വാല്യൂ തിരിച്ചറിയുന്നു. ആ ഗ്രൂപ്പ് ഫൈറ്റ്, അവിടെ റൂൾസ് ഫോളോ ചെയ്യാത്ത കാര്യങ്ങൾ, ഒത്തിരി കാര്യങ്ങളിൽ അവർ ബാക്കൗട്ടാണ്, വിൻ ചെയ്യാൻ സാധിക്കുന്നില്ല, തടസ്സമാണ് നേരിടുന്നത്. അപ്പം നിങ്ങളെന്ന വ്യക്തിയെ പോസിറ്റീവ് എനർജിയിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തണമെന്ന് അവർ ആഗ്രഹിക്കുകയാണ്. തെറ്റ് ചെയ്തു പോയി എന്നുള്ള തിരിച്ചറിവ് വരികയാണ്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് രാവിലത്തെ എനർജി കാണിക്കുന്നത്. നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് കാർഡ് തന്നെയാണ് കാണിക്കുന്നത്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. പ്രോഗ്രസ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ടൈം കാർഡ് എടുക്കുകയാണ്. ഇൻ 16 ഡേയ്സ്, ഇൻ 60 ഡേയ്സ്, 16-60 അപ് ടു നെക്സ്റ്റ് ജൂലൈ. ഇത് ജൂൺ മാസമാണ്, ജൂലൈ മാസം. ഇത്രയും കാർഡ്സ് കിട്ടിയിട്ടുണ്ട്. അപ് ടു നെക്സ്റ്റ് ജൂലൈ, 60 ഡേയ്സ്, 16 ഡേയ്സ്. അപ്പോൾ റീഡിങ് നിർത്തുകയാണ്. ഈവനിങ് റീഡിങ് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇനി മുതൽ ടൈമിൽ ചെറിയൊരു വ്യത്യാസം എന്നേ ഉള്ളൂ. രാവിലെ 8:30 എന്നുള്ളത് ഒരു 9 മണി 9:30 ആ ഒരു സമയത്തേക്ക് എത്തും. കാരണം റീഡിങ് എടുത്തതിന് ശേഷം നമുക്ക് അത് അപ്ലോഡ് ചെയ്യേണ്ട കുറച്ച് പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ ഈവനിങ്ങും റീഡിങ് ഉണ്ടാവും. ഇപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം ഈവനിങ് റീഡിങ് ഇല്ലാച്ചിൽ വിഷമിക്കണ്ട കേട്ടോ. രാവിലെ ഉണ്ടായിരിക്കും. ഇങ്ങോട്ട് രാവിലെ ആയിരിക്കും കൂടുതലും ഞാൻ എനർജി ഫോക്കസ് ചെയ്യുന്നത്. ഒത്തിരി പേർക്ക് രാവിലെ വേണമെന്നാണ്. ഓക്കെ, അപ്പോൾ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. പേഴ്സണൽ റീഡിങ്ങിന് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ. നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള റീഡിങ് ഞാൻ പറഞ്ഞു തരാം. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.